नमस्ते, सब कैसे हो? ठीक है ना? കഴിഞ്ഞ ക്ലാസ്സുകളിലായി പ്രേംചന്ദ് എഴുതിയ ബഡേ ഘർ കി ഭേട്ടി എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ കുറച്ച് ഭാഗം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ കഥ നിർത്തിയത് ഒരു ദിവസം ലാൽ ബിഹാരി സിംഗ് ഒരു ഉച്ച സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ 2 പക്ഷികളുമായി വരുന്നു. അത് ജ്യേഷ്ഠത്തി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉച്ചഭക്ഷണത്തിന് അതിനെ തയ്യാറാക്കാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആനന്ദി ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന മാംസം തയ്യാറാക്കുന്നു. പാചകം നെയ്യ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ കുറച്ച് നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വലിയ വീട്ടിൽ ജനിച്ച് വളർന്ന ഒരുപാട് സൗകര്യങ്ങളോടുകൂടി ജീവിച്ച ആനന്ദിക്ക് മിതവ്യയം, കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ശീലം ഇല്ല. അപ്പോൾ ഉണ്ടായിരുന്ന നെയ്യ് മുഴുവൻ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവസാനം ലാൽ ബിഹാരി സിംഗ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ദാൽ ഔർ ഘീ, പരിപ്പും നെയ്യും ഭക്ഷണത്തിന് നിർബന്ധമാണ്. അപ്പോൾ പരിപ്പും നെയ്യും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ വേണം. അപ്പോൾ ഇവിടെ പരിപ്പുണ്ട്, പക്ഷേ അതിൽ ചേർക്കാനുള്ള നെയ്യ് കണ്ടില്ല. അപ്പോൾ ലാൽ ബിഹാരി ആനന്ദിയോട് നെയ്യ് ഇല്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ ആനന്ദി ഉണ്ടായിരുന്ന നെയ്യ് മുഴുവൻ പാചകത്തിന് വേണ്ടി ഉപയോഗിച്ചതായി പറയുന്നു. ഇത് കേട്ടപ്പോൾ ലാൽ ബിഹാരി സിംഗിന് ദേഷ്യം വന്നു. അദ്ദേഹം ദേഷ്യത്തോടു കൂടി പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നെയ്യ് ഒരു പുഴ തന്നെ ഒഴുകുന്നുണ്ടാവും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠത്തി അമ്മയെ വഴക്ക് പറയുന്നു. അപ്പോൾ ആനന്ദിയും ഈ സംസാരം കേട്ട് ദേഷ്യം വരുന്നു. തിരിച്ചും ആനന്ദിയും അങ്ങോട്ടേക്ക് ലാൽ ബിഹാരിയോട് തിരിച്ച് അതിന് മറുപടി പറയുന്നു. ഇവിടെ ഇന്ന് ഞാൻ ഉപയോഗിച്ച നെയ്യ് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാർക്ക് ഒരു നേരം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാനുള്ളത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നു. അങ്ങനെ വഴക്ക് ഉച്ചത്തിലെത്തി. അവസാനം ലാൽ ബിഹാരി സിംഗ് ഭക്ഷണം വിളമ്പി വെച്ച പാത്രമൊക്കെ എടുത്ത് തട്ടിമറിച്ച് ദേഷ്യത്തിൽ എഴുന്നേൽക്കുന്നു. അവസാനം ദേഷ്യം സഹിക്കാനാകാതെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഘടാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെതിയടി, നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പ്, ആ മെതിയടി എടുത്തിട്ട് ആനന്ദിയെ ദേഷ്യത്തിൽ എറിയുന്നു. അങ്ങനെ ആനന്ദി കൈകൊണ്ട് തടുത്തു, ആ ഏറ് തടുത്തു. അവളുടെ കൈവിരലിൽ മുറിവ് പറ്റുന്നു. അപ്പോൾ ആനന്ദിക്ക് വല്ലാത്ത വിഷമാവുന്നു, പ്രയാസമാവുന്നു. കാരണം അവളുടെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയമാണ്. അദ്ദേഹം ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം, ഭർത്താവിൻ്റെ അനിയനിൽ നിന്ന് ഇങ്ങനെയൊരു പ്രയാസം നേരിട്ട ആനന്ദി വളരെ വിഷമത്തോട് കൂടിയിട്ട് അവളുടെ മുറിയിലേക്ക് കയറി പോകുന്നു, സങ്കടപ്പെട്ട് ഇരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയ ഭാഗം. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി തുടർച്ചയായി ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം നമുക്ക് നോക്കാം. श्रीकंठ सिंह शनिवार को घर आया करते थे. ഇനി ആനന്ദിയുടെ ഭർത്താവ് ശ്രീകണ്ഠ് സിംഗ്, ഇദ്ദേഹം ജോലിയുടെ ആവശ്യാർത്ഥം വേറെ സ്ഥലത്താണല്ലോ. അപ്പോൾ അദ്ദേഹം ആഴ്ചയിൽ എല്ലാ ദിവസവും ശനിയാഴ്ചകളിലാണ് ഘർ ആയാ കർത്തേ ഥേ,
വീട്ടിൽ വരാറുണ്ടായിരുന്നത്. ബൃഹസ്പതി കോ യഹ് ഘടന ഹുയി ഥി. അപ്പോൾ ബൃഹസ്പതി വ്യാഴാഴ്ചയായിരുന്നു യഹ് ഘടന ഹുയി ഥി, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. 2 दिन तक ആനന്ദി ഭവൻ മേം രഹി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന് 2 दिन 2 ദിവസം, അതായത് വ്യാഴം വെള്ളി, അപ്പോൾ 2 ദിവസവും ആനന്ദി കോപ് ഭവൻ മേം രഹി, അവളുടെ മുറിയിൽ തന്നെ അടച്ച് ഇരിപ്പായിരുന്നു. ന കുച്ച് ഖായ ന പിയ, ഒന്നും തിന്നാനും കുടിക്കാനും ഒന്നും ശ്രമിച്ചില്ല. അവൾ വന്നില്ല. ഭക്ഷണം പോലും കഴിക്കാതെ അവൾ മുറിയിൽ അടച്ചിരിപ്പായിരുന്നു. अंत में शनिवार को वह नियमानुकूल संध्या समय पर आए. അങ്ങനെ ശനിയാഴ്ച പതിവ് പോലെ സന്ധ്യാസമയത്തോടടുത്ത് ശ്രീകണ്ഠ സിംഗ് വന്നു. ബാഹർ ബൈഠ്കർ കുച്ച് ഇധർ ഉധർ കി ബാത്തെ. വന്നതും അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ച്, ശ്രീകണ്ഠ സിംഗിനെ പ്രതീക്ഷിച്ച് നാട്ടിലും അയൽപ്പക്കത്തും ഒക്കെയുള്ള ആളുകൾ വീടിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നോ, അദ്ദേഹം ഈ നാട്ടിലെ ആൾക്കാർക്കിടയിൽ ഉണ്ടാവുന്ന കുടുംബ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നു, അതൊക്കെ പരിഹരിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹാരം തേടി ആളുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നതും അദ്ദേഹം ബാഹർ ബൈഠ്കർ ഇധർ ഉധർ കി ബാത്തെ, വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരുന്നുകൊണ്ട് അവിടെ വന്ന ആൾക്കാരുമായിട്ട് ബാത്തേം കർണയിലേക്ക് സംസാരിച്ചു. കുച്ച് ദേശ് കാൽ സംബന്ധി സമാചാർ, പിന്നെ ദേശ് കാൽ, അതായത് ആ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പല പല ചർച്ചകൾ അവിടെ വന്നു. കുച്ച് നയേ മുഖ്ദമോം ആദിക്ക് ചർച്ച കർണയിലേക്ക്, പിന്നെ ഇതൊന്നും കൂടാതെ നയേ മുഖ്ദമോം, അതായത് പുതിയ പുതിയ കേസുകൾ, അതായത് പുതിയ പുതിയ പ്രശ്നങ്ങൾ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, അതും ചർച്ച ചെയ്തു. അങ്ങനെ വന്നതും ഈ വക കാര്യങ്ങളൊക്കെയാണ് ആദ്യം നടന്നത്. വ വാർത്താലാബ് 10 ബജെ രാത് തക്ക് ഹോത്താരഹ. അങ്ങനെ ഈ വാർത്താലാബ്, ഈ ഒരു സംഭാഷണം, അവിടെ വന്ന ആൾക്കാരുമായിട്ടുള്ള സംഭാഷണം 10 ബജെ രാത് തക്ക് ഹോത്താരഹ, രാത്രി ഒരു 10 മണി വരെ ഈ ഒരു സംഭാഷണവുമായിട്ട് അങ്ങനെ സമയം പോയി. गाँव के भद्र पुरुषों को इन बातों में ऐसा आनंद मिलता था कि खाने पीने की भी सुधि न रहती थी. അപ്പോൾ ഗാവ് കെ ഭദ്ര പുരുഷ്, ആ ഗ്രാമത്തിലെ കുറേ മാന്യന്മാരായ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രീകണ്ഠ സിംഗ് ഖാനെ പീനെ കി സുധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട കാര്യം പോലും സുധി ഓർക്കാതെ അതൊക്കെ മാറ്റിവെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നതിൽ അവർക്കൊക്കെ ആനന്ദ് മിൽത്ത, വലിയ സന്തോഷമായി. അതായത് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്ന ഉടനെ തന്നെ ഭക്ഷണം പോലും കഴിക്കാതെ ഇതിനു വേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആ വന്ന ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷമായി. ശ്രീകണ്ഠ കോ പിണ്ട് ചുടാന മുഷ്കിൽ ഹോ ജാത്താ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠ സിംഗിന് ഈ ആൾക്കാരുടെ അടുത്തു നിന്നൊന്ന് പിണ്ട് ചുടാന എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നുകൊണ്ട് ഒഴിവാകുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് പെട്ടെന്നൊന്നുകൊണ്ട് ഫ്രീ ആയി വരാൻ മുഷ്കിൽ ഹോ, വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോലും മെനക്കെട്ടത്. 2-3 ഘണ്ടെ ആനന്ദീനെ ബഡേ കഷ്ട സേ കാട്ട്. അപ്പോൾ 2-3 മണിക്കൂർ ഭർത്താവ് വന്ന് വീട്ടിലെത്തി. പക്ഷേ എങ്കിലും ഉടനെ തന്നെ ഭർത്താവിനായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ 2-3 മണിക്കൂറോളം ഭർത്താവ് ഈ വക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വരെ ആനന്ദി വളരെ പ്രയാസപ്പെട്ട് അത്രയും സമയം തള്ളി നീക്കി. കിസി തരഹ് ഭോജൻ കാ സമയ് ആയ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായി സമയമായി. പഞ്ചായത്ത് ഉഠി. ഭക്ഷണം കഴിക്കുന്നത് വീട്ടിലെല്ലാ അംഗങ്ങളും ഒരുമിച്ചാണ്. പക്ഷേ ആനന്ദി മാത്രം ഭക്ഷണം കഴിക്കാൻ പോലും വന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് പഞ്ചായത്ത് ഉടി, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏകാന്ത് ഹുവാത്തോ ലാൽ ബിഹാരിനെ കഹ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച്, വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോയപ്പോഴേക്കും പിന്നെ ശ്രീകണ്ഠ സിംഗ് ഒറ്റയ്ക്ക്, അനിയനും ലാൽ ബിഹാരിയും മാത്രമായി. അപ്പോൾ ലാൽ ബിഹാരി
ജ്യേഷ്ഠനോട് പറഞ്ഞു, ഭയ്യ ആപ് ജരാ ഭാബിക്കോ സംജാ ദീജിയേങ്ക. എന്താ പറഞ്ഞ? ഭയ്യ, ചേട്ടാ, ആപ് ജരാ ഭാബിക്കോ സംജാ ദീജിയേഗ. ചേട്ടത്തി അമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാര്യങ്ങളൊക്കെ. മുഹ് സംഭാൽക്കർ ബാത്ചീത് കിയാക്കർ. അവരോട് മുഹ് സംഭാൽക്കർ, അതായത് വളരെ നാക്ക് സൂക്ഷിച്ച് സംസാരിക്കാൻ അവരോട് പറയണം എന്നൊക്കെ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞു. നഹീം തോ ഏക് ദിൻ അനർത്ഥ ഹോ ജായേങ്ക. ഏട്ടത്തിയമ്മ വളരെ സൂക്ഷിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഏക് ദിൻ അനർത്ഥ ഹോ ജായേങ്ക, ഒരു ദിവസം ഈ വീട്ടിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ, എന്തെങ്കിലും അരുതായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അരുതാത്ത സംഭവങ്ങൾ നടന്നെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ജ്യേഷ്ഠത്തി അമ്മയോട് സൂക്ഷിച്ച് സംസാരിക്കാനായിട്ട് ജ്യേഷ്ഠനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. വഹ് ബഡേ ഘർ കി ബേട്ടി ഹെ തോ ഹം ഭി കോയി കുർമി കഹാർ നഹി ഹെ. എന്നിട്ട് പറഞ്ഞു, വ ബഡേ ഘർ കി ബേട്ടി ഹെ, അവർ വലിയ വീട്ടിലെ കുട്ടിയൊക്കെ തന്നെ ആയിരിക്കാം എന്ന് വെച്ച് ഹം ഭി കോയി കുർമി കഹാർ നഹി, ഞാൻ അങ്ങനെ കുർമി കഹാർ, വലിയ താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ആളൊന്നും അല്ലല്ലോ എന്നോട് ഈ വക വർത്തമാനങ്ങളൊക്കെ പറയാൻ. അപ്പോൾ ഞാനങ്ങനെ ഒരു താഴ്ന്ന ജാതിക്കാരനൊന്നുമല്ല, അവർ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ജ്യേഷ്ഠൻ ശ്രീഖണ്ഡ് സിംഗിന് ഒന്നും മനസ്സിലാവണില്ല കാര്യങ്ങൾ. ചിന്തിത് സ്വറസെ പൂച്ച. അപ്പം അദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആലോചനയിലാണ്ട് അനിയനോട് ചോദിക്കുകയാണ്, ആഖിർ ബാത് ക്യാ ഹുയി, അല്ല എന്താ സംഭവം? ജ്യേഷ്ഠൻ ഒന്നും കാര്യങ്ങളൊന്നും വ്യക്തമായി അറിയാതെ അനുജനോട് ചോദിക്കുകയാണ്, അല്ല എന്താ സംഭവം? ലാൽ ബിഹാരിനെ കഹ കുച്ച് ബി നഹീം യോം ഹി ആപ്പ് ഉലജ് പടി. അപ്പോൾ അനിയൻ ലാൽ ബിഹാരി പറയുകയാണ്, കുച്ച് ബി നഹീം, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ആപ്പ് ഉലജ് പടി, താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല. മൈക്കിക്ക് സാമനെ ഹം ലോകവും കോ കുച്ച് സമജ്തി ഹി നഹി. അത് വലിയ വീട്ടിലെ ആൾക്കാരുടെ മുമ്പിൽ ഒന്നുമല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട് എന്ന് അവിടെയും ഇവിടെയും തൊടാത്ത രൂപത്തിൽ അനുജൻ സംസാരിച്ചു. ശ്രീകണ്ഠ് ഘാ പീക്കർ ആനന്ദിക്ക് പാസ് ഗയെ. അങ്ങനെ ശ്രീകണ്ഠ് സിംഗ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ആനന്ദിക്ക് പാസ് ഗയെ, ആനന്ദിയുടെ അടുത്തേക്ക് ചെന്നു. വഹ് ഭരി ബൈഠീതി, ആനന്ദി അപ്പോഴും മുറിയിൽ ഇരിക്കുക തന്നെയായിരുന്നു. യഹ് ഹസ്രത് ബി കുച്ച് തീക്കേ ഥേ. അപ്പോൾ വല്ലാത്ത ഒരു എന്താ പറയുക, സംഘർഷം നിറഞ്ഞിട്ടുള്ളൊരു സമയം. അവൾ പ്രത്യേകിച്ച് ഭർത്താവിനെ കണ്ട് ഒന്നും അങ്ങനെ സന്തോഷമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ആനന്ദീനെ പൂച്ച. അപ്പോൾ ഭർത്താവ് മുറിയിലേക്ക് കയറി വന്നപ്പോൾ ആനന്ദി ഭർത്താവിനോട് ചോദിക്കുകയാണ്, ചിത്ത് തോ പ്രസന്ന ഹേ, ചിത്ത് തോ പ്രസന്ന ഹേ, നിങ്ങൾ മനസ്സൊക്കെ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതുവരെ ഭർത്താവ് നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഭർത്താവ് കയറി വന്നപ്പോൾ ചോദിക്കുകയാണ്, ചിത്ത് തോ പ്രസന്ന ഹേ, മനസ്സൊക്കെ ഫ്രീ ആയോ എന്ന് ചോദിച്ചു. ശ്രീകണ്ഠ് ഭോലെ. അപ്പോൾ ഭാര്യയുടെ ചോദ്യം കേട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, ബഹുത് പ്രസന്ന ഹേ, പിന്നെ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. पर तुमने आजकल घर में क्या उपद्रव मचा रहा है. എന്നിട്ട് ശ്രീകണ്ഠ് ഭാര്യയോട് ചോദിക്കുക, അല്ല നീ കഴിഞ്ഞ ദിവസം വീട്ടിൽ ക്യാ ഉപദ്രവ് മച്ചാ രഹാ ഹെ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? അദ്ദേഹത്തിന് സംഭവമൊന്നും അറിയില്ലല്ലോ. ഭാര്യയോട് ചോദിക്കുകയാണ്, നീ കഴിഞ്ഞ ദിവസം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. ആനന്ദിക്ക് ത്യോരിയോ പർ ബൽ പടുകയെ झुंझलाहट के मारे बदन में ज्वाला सी दहक उठी. ഭർത്താവിൻ്റെ ചോദ്യം കേട്ടപ്പോഴേക്കും ബദൻമേ, ആനന്ദിയുടെ മുഖത്ത് ജ്വാലാ സി ദമക് ഉഠി, അവളുടെ മുഖം ഇങ്ങനെ എന്താ പറയുക, രോഷം കൊണ്ട് ദേഷ്യം കൊണ്ടിങ്ങനെ ചുവന്നു. ഭോലി ജിസ്നെ തുംസെ യഹ് ആഗ് ലഗായി. എന്നിട്ട് അവൾ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ജിസ്നെ തുംസെ യഹ് ആഗ് ലഗായി, ആരാ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ചൂടാക്കി വിട്ടത്? ഉസേ പാവും, അയാളോട് തന്നെ പോയി ചോദിക്കുക, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള സ്വരത്തിൽ അവൾ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ശ്രീകണ്ഠ സിംഗ്, ഇത്തനി ഗർമ ക്യോം ഹോത്തി ഹോ,
ബാത്ത് തോ കഹോ. എന്താ ശ്രീകണ്ഠൻ പറയുന്നത്, ഇത്തിനി ഗർമ്മ ക്യോം ഹോത്തി ഹോ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ബാത്ത് തോ കഹോ, കാര്യം പറ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ആനന്ദി പറഞ്ഞു, ക്യാ കഹൂം, മേരെ ഭാഗ്യ കാ ഫേർ ഹേ, നഹീം തോ ഗംവാർ ചോക്കര. എന്നിട്ട് അവളെന്താ പറയുന്നത്, മേരെ ഭാഗ്യ കാ ഫേർ ഹേ, എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ വോ ചോക്കര, ആ വൃത്തികെട്ടവൻ. അനിയനെ പറയാം, എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ മുझे ഘടാവും സേ മാർക്കർ യോം ന അക്കടുത്താ ഹെ, എന്നെ ഘടാവൂ സേ മാർക്കർ, മെതിയടിക്കിട്ടിട്ട് എറിഞ്ഞിട്ട് അവൻ നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ അവളും അവിടെയും ഇവിടെയും തൊടാത്ത പോലെ സംസാരിക്കുകയാണ്. ശ്രീകണ്ഠ്, സബ് ഹാൽ സാഫ് സാഫ് കഹോ തോ മാലൂം ഹോ. അപ്പോൾ ശ്രീകണ്ഠ സിംഗിനും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറയാണ്, ഹാൽ സബ് ഹാൽ സാഫ് സാഫ് കഹോ, കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറയൂ. തോ മാലൂം ഹോ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. മുझे तो कुछ पता नहीं, ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, നീ ഒന്ന് കാര്യം വ്യക്തമാക്കി പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദി ഭർത്താവിൻ്റെ അടുത്ത് കഴിഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പരിസോം തുമ്ഹാരെ ലാഡലെ ഭായിനെ മുझसे മാംസ് പക്കാനെ കോ കഹ, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട അനുജൻ എന്നോട് മാംസം പാചകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഘീ ഹാണ്ടി മേം പാവ് ഭർ സെ അധിക് നദ, പാചകം ചെയ്യാനായി ഘീ, നെയ്യ്, ഹാണ്ടി, ഭരണിക്കകത്ത്, പാവ് ഭർ സെ അധിക് നദ, കുറച്ച് കാൽഭാഗം പോലും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വോ സബ് മേനെ മാസ് മേം ഡാൽ ദിയ, ആ ഉണ്ടായിരുന്ന നെയ്യ് മുഴുവൻ ഞാൻ മാംസ് മേം ഡാൽ ദിയ, ആ മാംസം പാകം ചെയ്യാനായി എടുത്തു, അതിലൊഴിച്ചു. ഖാനെ ബൈഠാ തോ കഹ്നെ ലഗാ ദാൽ മേം ഘീ ക്യോം നഹി ഹേ. അപ്പോൾ ഖാനെ ബൈഠാ തോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ അനുജൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ദാൽ മേം ഘീ ക്യോം നഹി ഹേ, പരിപ്പിൽ ഒഴിക്കാനുള്ള നെയ്യ് എവിടെയെന്ന് ചോദിച്ചു. ബസ് ഇസി പർ മൈക്കെ കാ ബുരാ ഭല കഹ്നെ ലഗ, ഇത്രയേ ഉള്ളൂ സംഭവം. ആ ഒരു സംഭവത്തെ പറ്റി, ആ സംഭവത്തിൻ്റെ പേരിൽ മൈക്കേക്ക ബുരാബല കഹ്നെ ലഗ, എൻ്റെ വീടിനെ പോലും, എൻ്റെ വീട്ടുകാരെ പോലും അയാൾ മോശമായിട്ട് സംസാരിച്ചു, എൻ്റെ വീട്ടുകാരെക്കുറിച്ച് പോലും അയാൾ മോശമായിട്ട് സംസാരിച്ചു. മുझसे न रहा गया, എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. मैंने कहा कि वहाँ इतना घी तो नई कहार खा जाते हैं, അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, ഇത്രയും നെയ്യ് എൻ്റെ വീട്ടിൽ വേലക്കാർക്ക് ഒരു നേരം കഴിക്കാനുള്ളത് പോലും ഇല്ല എന്ന് ഞാനും തിരിച്ചു പറഞ്ഞു. ബസ് ഇത്തനി സി ബാത്ത് പർ ഇസ് അന്യായിനെ മുझ पर ഘടാവോ ഫേങ്ക് മാരി, ഇത്രയേ ഉള്ളൂ കാര്യം. അതിന് ആ അന്യായി, അതായത് കൊള്ളരുതാത്തവൻ, എന്നെ ഘടാവൂ സെ ഫേങ്ക് മാരി, മെതിയടി കൊണ്ട് എറിഞ്ഞു. ഹാത്ത് സെ ന രോക്ക് ലൂം തോ സിർ ഫട്ട് ജായേ, ആ ഏറ് ഹാത്ത് സെ ന രോക്ക് ലൂം, കൈകൊണ്ട് തടുത്തില്ലായിരുന്നുവെങ്കിൽ സിർ ഫട്ട് ജായേ, എൻ്റെ തല മുറിവായേനെ, എൻ്റെ തലയിൽ മുറിവ് പറ്റിയേനെ. ഉസി സെ പൂച്ചോ मैंने जो कुछ कहा है वह सच है या झूठ. ഇനി ഉസി സെ പൂച്ചോ, നിങ്ങളുടെ അനുജനോട് തന്നെ ചോദിക്കൂ. मैंने जो कुछ कहा, ഞാൻ പറഞ്ഞതൊക്കെ സച്ച് ഹേ യാ ജൂട്ട്, സത്യമാണോ അതോ കള്ളമാണോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അതോ കള്ളമാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ അനുജൻ്റെ അടുത്ത് തന്നെ ചോദിക്കൂ എന്നും ആനന്ദി പറഞ്ഞു. അപ്പോഴോ श्रीकंठ की आंखें लाल हो गई. श्रीकंठ की आंखें लाल हो गई. ശ്രീകണ്ഠ സിംഗിൻ്റെ കണ്ണുകൾ ലാൽ ഹോ ഉഠി, ചുവന്നു. ഈ സംഭവങ്ങളൊക്കെ ഭാര്യ അതൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ശ്രീകണ്ഠ സിംഗിൻ്റെ കണ്ണുകൾ ചുവന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പോലെ അദ്ദേഹം പറഞ്ഞു, യഹാം തക്ക് ഹോ ഗയാ ഇസ് ചോക്കരേ കാ സാഹസ്, ഇവൻ്റെ പ്രവൃത്തികൾ ഇത്രയും വരെ ആയോ? ദേഷ്യം കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്,
അത് ശരി, അപ്പോൾ ഇവൻ്റെ പ്രവർത്തികൾ ഇത്രത്തോളം ആയോ എന്ന് ചോദിച്ചു. ആനന്ദി സ്ത്രീയോം കെ സ്വഭാവാനുസാർ രോനെ ലഗി. അപ്പോൾ ഭർത്താവിൻ്റെ ചോദ്യം കൂടി ആയപ്പോൾ ആനന്ദി അതുവരെ സങ്കടമൊക്കെ സഹിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ ഇതൊക്കെ ഭർത്താവിനോട് പറയുകയും ചെയ്തു. ഭർത്താവിൻ്റെ ഇങ്ങനെ ഒരു ചോദ്യവും കൂടെ ആയപ്പോൾ സ്ത്രീകളുടെ സാധാരണയുള്ള സ്വഭാവം പോലെ ആനന്ദിയും രോനെ ലഗി, കരയാൻ തുടങ്ങി. ക്യോങ്കി ആസു ഉൻകി പൽക്കോം പർ രഹത്തെ. പക്ഷേ ആസു കണ്ണുനീർ ഉൻകി പൽക്കോം പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൺപീലികളിൽ അങ്ങനെ തടഞ്ഞ് നിന്നു. കണ്ണുനീർ കണ്ണിൽ തന്നെ അങ്ങനെ നിന്നു, അതിങ്ങനെ താഴേക്ക് ഒഴുകി വീഴുന്നില്ല. അത്രയും സങ്കടമൊക്കെ അവൾ വളരെ സഹിച്ച് അങ്ങനെ നിന്നു എന്ന് അർത്ഥം. ശ്രീകണ്ഠ് ബഡേ ധൈര്യവാൻ ഔർ ശാന്ത് പുരുഷ ഥേ. അപ്പോൾ ആനന്ദിയുടെ ഭർത്താവ് ശ്രീകണ്ഠ് നല്ല ധൈര്യവാനും എന്നാൽ ശാന്ത സ്വഭാവം ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഉനെ കഥാചിത് ഹി കഭി ക്രോധ് ന ആത്താഥ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊന്നും ക്രോധ് ന ആത്താഥ, വലിയ ദേഷ്യം അങ്ങനെ വരാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയൊന്നും അദ്ദേഹത്തിന് അങ്ങനെ ദേഷ്യം വരാറില്ല. സ്ത്രീയോം കെ ആൻസു പുരുഷോം കി ക്രോധാഗ്നി ഭട്കാനെ മേം തേൽ കാ കാം ദേത്തേ. പക്ഷേ ഇവിടെ ഭാര്യയുടെ കണ്ണുനീർ ഭർത്താവിൻ്റെ ക്രോധം, ഭർത്താവിൻ്റെ ദേഷ്യത്തെ ഒന്നുകൂടി ഭടുക്കാനെ ആളിക്കത്തിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള തേൽ, എണ്ണ പോലെയായി. അപ്പോൾ ഇവിടെ ഭാര്യയുടെ കണ്ണിൽ വന്ന കണ്ണുനീർ ഭർത്താവിൻ്റെ ദേഷ്യത്തെ ഒന്നുകൂടി ആളിപ്പടർത്തുന്ന വിധത്തിൽ അതിലേക്ക് എണ്ണ പകരുന്ന വിധത്തിലായി ആനന്ദിയുടെ കണ്ണുനീർ. രാത് ഭർ കർവട്ടെ ബദൽത്തേ രഹെ. അങ്ങനെ അന്നത്തെ രാത്രി ഒരുവിധം അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ കേട്ട് ശരിക്ക് ഉറക്കം വരാതെ കറുവട്ടേം ബദൽത്തെ, ചെരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയായി കിടന്ന് ശരിക്കും ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. ഉദിഗ്നതാക്കിയ കാരൻ പലക് തക് നഹീം ഛപ്കി. ഉദിഗ്നതാക്കിയ കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ ചിന്തയും ടെൻഷനും വിഷമവും എന്ന് പറഞ്ഞ പോലെയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് പലക് തക് നഹീം ഛപ്കി, ഒരു പോള കണ്ണടയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉറങ്ങാൻ സാധിച്ചില്ല. പ്രാതകാൽ അപ്നെ ബാപ് കെ പാസ് ജാക്കർ ഭോലെ. അങ്ങനെ പ്രാതകാൽ നേരം വെളുത്തപ്പോഴത്തേക്ക് അദ്ദേഹം എഴുന്നേറ്റ് ബാപ് കെ പാസ് ജാക്കർ, അച്ഛൻ്റെ അടുത്ത്, അനിയൻ്റെ അടുത്തേക്കല്ല ആദ്യം ചെന്നത്, അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ദാദാ അബ് ഇസ് ഘർ മേ മേരാ നിബാഹ് ന ഹോഗ. എന്താ പറയുക, അച്ഛാ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കുന്നില്ലേ, അറിയുന്നില്ലേ? എനിക്ക് ഇതൊന്നും കാണാനും എനിക്കിതൊന്നും സഹിക്കാനും സാധിക്കില്ല. അച്ഛനിതൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. ഇസ് തരഹ് കി വിദ്രോഹപൂർണ്ണ ബാतें कहने पर श्रीकंठ ने कितनी ही बार अपने कई मित्रों को आड़े हाथों लिया था, परंतु दुर्भाग्य आज उन्हें स्वयं वे ही बातें अपने मुँह से कहनी पड़ी. നോക്കൂ, ഇസ് തരഹ് കി വിദ്രോഹപൂർണ്ണ ബാത്തെ. അപ്പം ഇങ്ങനെയുള്ള പ്രയാസകരമായ കാര്യങ്ങൾ പലപ്പോഴും ശ്രീകണ്ഠ് സിംഗിന് കൈ മിത്രോം കോ ആടെ, അതായത് അദ്ദേഹത്തെ വീട്ടിൽ കാണാനായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ കുറേ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അവരുടെ അടുത്താണ് അദ്ദേഹത്തിന് ഇതുപോലുള്ള വാക്കുകൾ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടിയിട്ട് വരാറുണ്ടല്ലോ. അപ്പം അവരോടാണ് ശ്രീകണ്ഠ സിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ദുർഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു സംസാരം സ്വന്തം കാര്യത്തെ പറ്റിയായിപ്പോയി. അതൊരു ദുർഭാഗ്യം തന്നെയായിരുന്നു. അപ്പം മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ടും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും ഒക്കെ മാത്രം ശീലമേ ഉള്ളൂ ശ്രീകണ്ഠ സിംഗിന്. കാരണം സ്വന്തം വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഇന്നോളം ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളോട് ചോദിക്കാറുള്ളത് പോലുള്ള ചോദ്യം അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അതുപോലെ വലിയൊരു പ്രയാസമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഭേനി മാധവ് സിംഗ് ഘബ്രാ ഉഠേ ഔർ ബോലെ ക്യോ. അപ്പോൾ അച്ഛൻ ഭേനി മാധവ് സിംഗ്
ഘപ്ര ഉടെ ആകെ പരിഭ്രമിച്ചു മകൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ. അപ്പോൾ അച്ഛനും മകനും കൂടിയിട്ടാണ് നാട്ടിലെ പ്രശ്നങ്ങൾ, അതായത് ആൾക്കാർ വരുമ്പോൾ അവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് അച്ഛനും മകനും കൂടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അച്ഛനോട് തന്നെ മകൻ ഈ കാര്യം പറയുകയാണ്. അപ്പോൾ ബേനി മാധവ് സിംഗ് ആകെ പരിഭ്രമിച്ചിട്ട് മകനോട് ചോദിക്കുകയാണ്, ക്യോ എന്താ എന്ന് അദ്ദേഹം പരിഭ്രമിച്ച് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഈ ഒരു ഭാഗത്ത് നിർത്താം. അപ്പോൾ ഇനി ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരെ എല്ലാവർക്കും ധന്യവാദം.